അമേരിക്കയിൽ ലക്ഷ്മി സരസ്വതിയുടെ പുറകെയാണ് വന്നത്. ഭാരതം വിചാരിക്കുന്നത് അറിവില്ലാതെ തന്നെ സമൃദ്ധിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്നാണ്. നമ്മൾ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അറിവുകൾ ആർജിച്ചിട്ടുള്ള രാജ്യം അമേരിക്കയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അറിവുള്ളവനായില്ലെങ്കിൽ പിന്നെ എന്താണ് ആകാൻ ഉദ്ദേശിക്കുന്നത്? അവരുടെ നദികൾ നോക്കൂ, അവരുടെ കാടുകൾ നോക്കൂ, അവരുടെ ആവാസ വ്യവസ്ഥ നോക്കൂ. എന്നിട്ട് നോക്കൂ, നമ്മൾ നമ്മുടെ പർവ്വതങ്ങളോട് എന്താണ് ചെയ്യുന്നതെന്ന്. നമ്മൾ ലഡാക്കിനോട് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ, നമ്മൾ ഉത്തരാഖണ്ഡിനോട് എന്താണ് ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ ഷിംലയോട് എന്താണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെയും ചെന്ന് നോക്കൂ, അവർ അവരുടെ പ്രകൃതിയെ എന്ത് സ്നേഹത്തോടെ പരിപാലിക്കുന്നുവെന്ന്. പക്ഷേ നമുക്ക് നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ച് കീശ നിറയ്ക്കണം. നമ്മുടെ യുവാക്കളെയും പഠിപ്പിക്കുന്നത് എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ കീശ നിറയ്ക്കൂ, കാട് വെട്ടി കീശ നിറയ്ക്കൂ. ഹസ്ദേവിൽ നോക്കൂ, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ആചാര്യ നമസ്തേ. എൻ്റെ ചോദ്യം സോഷ്യൽ മീഡിയയെക്കുറിച്ചാണ്. എനിക്ക് ചുറ്റും സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്ന പ്രചരണം ഇതാണ്. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഇങ്ങനെ എല്ലാ ചാനലുകളിലും ഇക്കാര്യം തന്നെയാണ് ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തെന്നാ, വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും യൂട്യൂബർമാരും അടിസ്ഥാന വിദ്യാഭ്യാസം ചിലപ്പോൾ അതുപോലും ഇല്ലാതെ വെളിപ്പെടുത്തുന്നത് എന്തെന്നാ വെച്ചാൽ, ഞങ്ങൾ വളരെയധികം പൈസ സമ്പാദിക്കുന്നുണ്ട്, 9 തൊട്ട് 5 വരെ ജോലി ചെയ്യുന്നവരെക്കാൾ നല്ല ജീവിതം നയിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്വാധീനം കാരണം അവർ തങ്ങളെ ഈ പ്ലാറ്റ്ഫോമുകളിൽ ഇൻഫ്ലുവൻസർമാരായിട്ടാണ് ശരിക്കും കാണുന്നത്. ഇത് നമ്മുടെ യൂത്തിൽ, പ്രത്യേകിച്ച് ടീനേജ് പ്രായക്കാരിൽ ഒരു വല്ലാത്ത സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? വിദ്യാഭ്യാസം അത്യാവശ്യമുള്ള ഒന്നല്ല. 9 മുതൽ 5 വരെയുള്ള ജോലിയിൽ നിന്നുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് ഒന്നുമില്ല. അടഞ്ഞ മുറിയിലിരുന്ന് പണിയെടുക്കുന്നതിനേക്കാൾ വളരെ കുറച്ച് വിദ്യാഭ്യാസവും, അതുപോലും ഇല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്തിട്ടോ, അതും അല്ലെങ്കിൽ സ്വന്തം തെരുവിൽ തന്നെ ചെറിയ മുറുക്കാങ്കടയോ തട്ടുകടയോ തുടങ്ങി വളരെ നല്ല സ്വതന്ത്രമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാനാവും. പഠിത്തത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇതിൻ്റെ ചെറിയ സ്വാധീനം ഞാൻ എനിക്ക് ചുറ്റും കാണാറുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ സഹോദരനും കസിനും ഒക്കെ കോളേജിൽ പോയി പഠിക്കുന്നതിന് പകരം ഇൻസ്റ്റാഗ്രാമിലും സ്റ്റാർട്ടപ്പിലും ഒക്കെയാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച് കാണുന്നത്. ഇതിനോടനുബന്ധിച്ച് ഞാനൊരു ഡേറ്റയും എടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ചെറുപ്പക്കാരിൽ 55% തൊഴിൽ രഹിതരാണ്. ഈ ഡേറ്റയെ ഒളിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ് ഞാൻ കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇതിനെ നമുക്ക് എങ്ങനെ തടയാം അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളത്, അതാണ് ശരിക്കും പറഞ്ഞ എൻ്റെ ചോദ്യം. നന്ദി. നോക്കൂ, ഇതിൻ്റെ കാരണം ഈ വിദ്യാഭ്യാസത്തിന് വലിയ വിലയില്ലെന്ന് പറയുന്ന യുവാക്കളല്ല. ഇതിൻ്റെ കാരണം ഇവിടത്തെ സമൂഹമാണ്. അവർ അറിവിനെ അംഗീകരിക്കുകയോ വില നൽകുകയോ ചെയ്യുന്നില്ല. ഇതിപ്പോഴൊന്നുമല്ല തുടങ്ങിയത്. ഇവിടെ നിന്ന് ഒരു 40 വർഷം പുറകോട്ട് പോയി നോക്കൂ. നിങ്ങൾ പറയൂ, നിങ്ങൾ BSc ചെയ്യുവാൻ ഇഷ്ടപ്പെട്ടിരുന്നോ അതോ ബിടെക്കോ? അതെ, ബിടെക്. ബിടെക്. അവിടെ എന്താണുണ്ടായിരുന്നത്? പ്രൊഫഷണൽ വിദ്യാഭ്യാസം, വ്യാവസായിക ശിക്ഷ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. പഠനം പുറകെയാണ്. എന്തു പഠിച്ചാലാണ് പൈസ കിട്ടുക? ഇതാണ് അന്വേഷണം. അതുകൊണ്ടല്ലേ ബിടെക്കിന് ഇത്രയും വിലയുണ്ടായത്? BScക്ക് വിലയില്ലാതെ ബിടെക്കിന് വില വന്നതെങ്ങനെ? സയൻസ് ടെക്നോളജിയേക്കാൾ ഉയർന്നാണ് നിൽക്കുന്നത്. സയൻസ് മാതാവാണ്, ടെക്നോളജി കുട്ടിയാണ്. കുട്ടികൾ പലപ്പോഴും ഉപദ്രവകാരികളാകാറുണ്ട്. സയൻസ് ഇല്ലെങ്കിൽ ടെക്നോളജി ഉണ്ടാവില്ല. പിന്നെന്തുകൊണ്ടാണ് BScക്ക് വിലയില്ലാതാവുകയും ബിടെക്കിന് വിലയേറുകയും ചെയ്തത്? എന്തുകൊണ്ടെന്നാൽ ബഹുമാനം കൊണ്ടുവരുന്നത് പൈസയാണ്. നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുണ്ടാകാം, സമൂഹം നിങ്ങൾക്ക് വില നൽകുന്നുണ്ടാവില്ല. എന്തിനാണോ നമ്മുടെ സമൂഹം വില കൽപ്പിക്കാത്തത്? അതിനുവേണ്ടി ആരെങ്കിലും പണം മുടക്കുന്നത് എന്തിന്? ഇതാണ് ചോദ്യം. ഇനി ബിടെക്കിലേക്ക് വരൂ. ഒരു ക്യാമ്പസിനേക്കാൾ മൂല്യം വേറൊരു ക്യാമ്പസിന് എന്തുകൊണ്ടുണ്ടാകുന്നു? ഒരു ക്യാമ്പസിൽ മറ്റേതിനേക്കാൾ എന്തുകൊണ്ടാണ് ഇത്രയും ഇടിച്ചുകയറ്റമുണ്ടാകുന്നത്? പ്ലേസ്മെന്റ്. ഇനി ഒരു ക്യാമ്പസ് തന്നെ എടുത്താൽ
ഒരു ബ്രാഞ്ച് തന്നെ കിട്ടാൻ എല്ലാവരും മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതും പ്ലേസ്മെന്റ്. എന്തെന്നാൽ 17 വയസ്സുള്ള കുട്ടി IIT, JEE ഇതൊക്കെ ക്ലിയർ ചെയ്ത് വരുന്നവർ ഇവരോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതായത് നിന്റെ ജീവിതത്തിൽ അറിവിനാണ് വിലയെന്ന്, അതുകൊണ്ട് നീ പഠിക്കുന്നത് അറിവ് നേടുവാൻ വേണ്ടിയാണെന്ന്. അവന്റെ മനസ്സിൽ ചെറുപ്പത്തിലെ ഇതാണ് കുത്തി നിറച്ചിരിക്കുന്നത്. സാഹചര്യവും അങ്ങനെയാണ്. പഠിക്കുന്നതിന്റെ ഉദ്ദേശം പൈസയാണ്. പഠിത്തത്തിന്റെ ഉദ്ദേശം പൈസയാണ്. ആ പൈസയ്ക്ക് വേണ്ടിയുള്ള അത്യാഗ്രഹത്തിൽ അവൻ പ്രവേശന പരീക്ഷയുടെ തയ്യാറെടുപ്പും നടത്തി. നിങ്ങൾ ഈ IIT, JEE ആപ്ലിക്കേഷൻ അയക്കുന്നവരോട് പറയൂ, IITയിൽ പ്ലേസ്മെന്റ് ഉണ്ടാകില്ലെന്ന്. അതിനുശേഷം നോക്കൂ അവരിൽ എത്ര ഊർജം ബാക്കിയുണ്ടാകുമെന്ന്. കോട്ടയിൽ പോയിട്ട് IITയിൽ പ്ലേസ്മെന്റ് നിർത്തിയെന്ന് പറഞ്ഞു പരത്തു. എന്നിട്ട് നോക്കൂ ആ പട്ടണം മുഴുവൻ ഇളകി മറിയുമോ ഇല്ലയോ എന്ന്. തിരിഞ്ഞു നോക്കൂ, ഈ കുട്ടിക്ക് 5 വയസ്സുള്ളപ്പോൾ അവന്റെ അച്ഛൻ പൈസയുടെ പുറകെ ഓടുന്നത് കണ്ടിട്ടുണ്ട്. അവൻ കണ്ടത് അവന്റെ അമ്മയ്ക്ക് കുറെ ആഭരണങ്ങൾ അണിഞ്ഞ് കല്യാണ പാർട്ടിക്ക് പോകുമ്പോൾ വളരെയധികം ബഹുമാനം കിട്ടുന്നതാണ്. അവന്റെ അമ്മാവന്മാരും മാമന്മാരും എല്ലാവരും അവനോട് വന്ന് പറയുന്നത് പൈസയുണ്ടാക്കൂ, പൈസയുണ്ടാക്കൂ എന്നാണ്. പൈസ. അറിവ് നേടൂ എന്നാരെങ്കിലും ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അറിവ് നേടൂ എന്ന് പറഞ്ഞോ? പഠനം പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്തിനു പഠിക്കണം? പഠിക്കാതെ തന്നെ പൈസ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നവരെ ഞാൻ എങ്ങനെ കുറ്റപ്പെടുത്തും? പറയൂ. IITയിലും കയറുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അവന്റെ ലക്ഷ്യമെന്തായി? പൈസ. അപ്പോൾ ആ പൈസ പഠിക്കാതെ തന്നെ ലഭിക്കുകയാണെങ്കിൽ എന്ത് തെറ്റാണുള്ളത്? അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇട്ടിട്ട് പോകുന്നത്. ആത്യന്തിക ലക്ഷ്യം പണമുണ്ടാക്കലാണല്ലോ മമ്മി. മമ്മിയാണ് കുട്ടിക്കാലം മുതൽ പറയുന്നത് ഡോക്ടറാകൂ, വക്കീലാകൂ, എഞ്ചിനീയർ ആകൂ, മാനേജറാകൂ, എന്തെങ്കിലുമൊക്കെ ആകൂ. എന്തിനു വേണ്ടി? പൈസയ്ക്ക് വേണ്ടി. പൈസയാണ് വേണ്ടതെങ്കിൽ പഠിപ്പിക്കുന്നത് എന്തിന്? ഞാൻ പൈസ കൊണ്ട് വന്നാൽ പോരെ? എനിക്ക് റോൾ മോഡലായി 1-2 ആദർശികളെയും കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഉദ്യോഗത്തിലിരിക്കുന്നവർ, കുറച്ച് സോഷ്യൽ മീഡിയയിലുള്ളവർ. അവർ പറയുന്നു, നോക്കൂ ഞങ്ങൾ വലിയ പഠിപ്പൊന്നും നടത്തിയിട്ടില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പണം സമ്പാദിക്കലാണല്ലോ, പിന്നെന്തിനാണ് പഠിക്കുന്നത്? നമ്മുടെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. കുട്ടി വളർന്നു വരുന്ന കുടുംബത്തിനും അതിൽ ഉത്തരവാദിത്തമുണ്ട്. ജോലി കിട്ടിയാൽ പിന്നെ 5ാമത്തെ സെമസ്റ്ററിൽ എന്താണ് പഠിച്ചത്, 6ാമത്തെ സെമസ്റ്ററിൽ എന്താണ് പഠിച്ചത്, ആരാണ് ഓർത്തുവെക്കുവാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ? ഹിന്ദുസ്ഥാന്റെ കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ കാര്യം പറഞ്ഞാലും, കാരണം ആ മേഖലയിൽ എനിക്ക് പരിചയം കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ജോലിയും നിങ്ങളുടെ അറിവും തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല. നിങ്ങൾ മെക്കാനിക്കൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഹിന്ദുസ്ഥാനിൽ ജോലി കൂടുതൽ വരുന്നത് സോഫ്റ്റ്വെയറിലും ഡാറ്റാ സയൻസിലുമാണ്. നമ്മൾ ചിലപ്പോൾ 4 വർഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടാകും, എന്നാൽ ജോലി കിട്ടുന്നതാകട്ടെ കോഡിങ്ങിലും. അപ്പോൾ 2 മാസം കോഡിംഗ് പഠിച്ചിട്ട് വേഗം ജോലി നേടിയെടുക്കും. കോഡിങ്ങും എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട പണിയാണെന്ന് തോന്നും. റീറ്റെയിലിൽ ജോലി കിട്ടുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകും. അതായത് നമ്മൾ വലിയ റീറ്റെയിൽ കമ്പനിയുടെ ഫ്ലോറിൽ ജോലി കിട്ടിയാൽ അവിടെയും കയറും. പക്ഷേ കണ്ടീഷൻ ഒന്നേ ഉള്ളൂ, പൈസ കൃത്യമായി കിട്ടിയിരിക്കണം. അറിവിന് എന്താണ് വിലയുള്ളത്? നമ്മൾ അറിവിന് വില കൽപ്പിക്കുമ്പോഴാണല്ലോ പഠനത്തിൽ ശ്രദ്ധയുണ്ടാകുന്നത്. നമ്മുടെ വീട്ടിൽ അറിവിന് വില കൽപ്പിക്കാറുണ്ടോ? അറിവുള്ളവർ ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ അവരെ കളിയാക്കും. എന്നാൽ 1-ാം നമ്പർ കള്ളനോ വഞ്ചകനോ ആയിട്ടുള്ള ആൾ പക്ഷേ പണം ധാരാളമായി ഉണ്ടെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ കണ്ടിട്ടുണ്ടോ എന്തു ബഹുമാനമാണ് നാം അവർക്ക് നൽകുന്നതെന്ന്? ഇപ്പോൾ ഹോളി കഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ഒരു ജ്ഞാനി വരികയാണെങ്കിൽ ഒരു വലിയ റിസർച്ചാണ്. പക്ഷെ അയാൾക്ക് കിട്ടുന്ന ഗ്രാൻഡ് 20,000 40,000 രൂപയായിരിക്കും. നിങ്ങൾ അവരെ ബഹുമാനിക്കാറുണ്ടോ? ചെയ്യാറുണ്ടോ? ശാസ്ത്രജ്ഞന്മാരുടെ പണിക്കൊന്നും സാധാരണയായി വലിയ ശമ്പളമൊന്നും ഉണ്ടാകാറില്ല. അവനവന്റെ ചിലവിനാവശ്യമായ തുക കിട്ടുന്നുണ്ടായിരിക്കും. എന്നാൽ സയന്റിസ്റ്റ് ആയാൽ കോടീശ്വരനാകുവാൻ സാധിക്കില്ല. നിങ്ങൾ പിന്നെ നിങ്ങളുടെ തന്നെ പേറ്റന്റ് ഉണ്ടാക്കി സ്വന്തമായൊരു കമ്പനി തുടങ്ങണം, പിന്നെ വ്യാപാരം ആരംഭിക്കണം. അത് വേറെ കാര്യം. അത് സാധ്യമാണ്, എഡിസനെ പോലെ. അപ്പോൾ ഗവേഷകനാണ് അറിവിനുള്ള ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രംഗത്ത് ഗവേഷണം നടത്തുന്നവർ
അപ്പോൾ ഹോളിയുടെ സമയത്ത് അവരാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതെങ്കിലോ? അവർക്ക് പോയ വർഷത്തെ മധുരമായിരിക്കും നൽകുക. നിങ്ങളെ സംബന്ധിച്ച് അത് ശരിയാണ്. പൊട്ടിയ ചെരുപ്പ്, ഏതെങ്കിലും ഗവേഷകരുടെ ചിത്രം ലോക സംസ്കൃതിയിൽ നോക്കുകയാണെങ്കിലും അങ്ങനെയേ കാണുവാൻ കഴിയൂ. സയന്റിസ്റ്റ് എന്നാൽ പാറിപ്പറന്ന മുടി, ഉടഞ്ഞ ശരീരപ്രകൃതം, ചിന്താഭാരം നിറഞ്ഞ മുഖം, കീറിയ കുപ്പായം, കീറിയ ചെരുപ്പ്. ഇതാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ. നമ്മളവരെ ബഹുമാനിക്കാറുണ്ടോ? എല്ലാവർക്കും സർക്കാർ ജോലി വേണം. ചെറിയ പോസ്റ്റിലാണെങ്കിലും എനിക്കെങ്ങനെയെങ്കിലും സർക്കാർ ജോലി കിട്ടണം, ഇതാണ് വിചാരം. ഏത് പൊസിഷനിലാണെന്ന് ആരും നോക്കുന്നില്ല. പൈസ എത്ര വരുമെന്നാണ് എല്ലാവരും നോക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ജോലി തരൂ, പൈസ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സർക്കാർ ജോലി തരൂ, പൈസ ഞാൻ ഉണ്ടാക്കിക്കോളാം. ഈ കല ഭാരതത്തിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊരു പാരമ്പര്യവുമാണ്. പണം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആരാണ് ഏത് പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്? അവരാകെ നോക്കുന്നത് വണ്ടിക്ക് എന്ത് വലിപ്പമുണ്ട്. ഹോളിക്ക് വലിയൊരു കാറുമായി ഇറങ്ങുകയാണെങ്കിൽ എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യും. അതേ സ്ഥാനത്ത് പൊട്ടിയ ചെരുപ്പുമായി ഒരു ഗവേഷകൻ നിന്നാൽ അയാളോട് ആരെന്തു ചോദിക്കാൻ? ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെ നമ്മൾ എങ്ങനെ നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കുറ്റം പറയും? ഈ അറിവ് നേടുന്ന പ്രക്രിയയിൽ വെറുതെ 5-10 വർഷം വെറുതെ ചെലവാക്കേണ്ടി വരും. ഞങ്ങൾക്ക് അറിവ് വേണ്ട, ഞങ്ങൾ ഏതെങ്കിലും ഷോർട്ട് ടൈം കോഴ്സ് ചെയ്ത് പൈസ ഉണ്ടാക്കിക്കോളാം. ഇപ്പോൾ ഷോർട്ട് ടൈം കോഴ്സ് ചെയ്യേണ്ട ആവശ്യവുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യൂ, യൂട്യൂബർ ആകൂ, ചായയോ പക്കോടയോ വിൽക്കുന്ന തട്ടുകട തുടങ്ങൂ, അതിന്റെ മഹിമ വളർത്തിയെടുക്കൂ. അറിവ് കൊണ്ട് എന്ത് ചെയ്യുവാൻ? നമ്മുടെ സമൂഹം യഥാർത്ഥത്തിൽ ഈ അറിവിന് വില കൽപ്പിക്കുന്നുണ്ടോ? നമ്മുടെ ഭാരതീയ സമാജത്തെ നോക്കുമ്പോൾ അറിവിൽ അധിഷ്ഠിതമായൊരു സൊസൈറ്റിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? പറയുമോ അങ്ങനെയാണെന്ന്? പ്രത്യേകിച്ച് ഭാരതത്തിൽ ഞാൻ നോക്കുകയായിരുന്നു. ഭാരതത്തിൽ എത്ര പബ്ലിക് ലൈബ്രറി ഉണ്ടെന്ന്. ഉത്തർപ്രദേശിൽ മുഴുവനായി 200. കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് 8,000-ഓളം. നമ്മൾ അറിവിന് വിലമതിക്കുന്നുണ്ടോ? ഭാരതത്തിലെ പബ്ലിക് ലൈബ്രറിയുടെ ഡേറ്റ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോധം പോവും. എവിടെയാണോ കൂടുതൽ അറിവുള്ളത് അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ക്യാപിറ്റൽ അധികം ഉണ്ടാകില്ല. ഏറ്റവും കൂടുതൽ പബ്ലിക് ലൈബ്രറികൾ എവിടെയാണുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? കേരളത്തിലും പശ്ചിമ ബംഗാളിലും. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ ഇവിടങ്ങളിൽ ആർക്കും അറിവിന്റെ ആവശ്യമില്ല. ഇവിടെ അറിവ് വേണോ? അത് UPSCക്ക് വേണ്ടി മാത്രമാണ്. UPSC ക്ലിയർ ആയാൽ പിന്നെ എല്ലാം ആഘോഷം. നമുക്കിതൊക്കെ ചെറുപ്പക്കാരിൽ എളുപ്പത്തിൽ അടിച്ചേൽപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട്. ചെറുപ്പക്കാരുമായുള്ള എൻ്റെ ബന്ധം എങ്ങനെയെന്നാൽ അവരെ എനിക്ക് വഴക്ക് പറയാം. വേറെ ആരെങ്കിലും അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അവരോടൊപ്പം നിൽക്കും. എന്നിട്ട് പറയും, മോനെ ഞാൻ നിന്റെ കൂടെയാണെന്ന്. നമ്മൾ എന്തിനാണ് നമ്മുടെ യങ്സ്റ്റേഴ്സിനെ കുറ്റം പറയുന്നതെന്ന് എന്നോട് പറയും. നമ്മൾ കുട്ടിക്കാലം മുതൽ അവരെ പൈസയെക്കുറിച്ചാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്നു, മമ്മി ഒരു കാര്യം പറയൂ, ഈ ഗ്രാജുവേഷനിൽ എന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പൈസ ഉണ്ടാകുമോ? അപ്പോൾ മമ്മിക്കും സമ്മതിക്കേണ്ടി വരും, ഗ്രാജുവേഷനിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പൈസ ഉണ്ടാകില്ലെന്ന്. മമ്മി വിട്ടുകളയൂ, എന്നെ വേറെ വല്ലതും ചെയ്യുവാൻ അനുവദിക്കൂ, MLM ചെയ്യുവാൻ അനുവദിക്കൂ. നിമിഷങ്ങൾ കൊണ്ട് പണം ഒഴുകുവാനും തുടങ്ങും. അങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാവുന്ന പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ മമ്മി പറയും, ഇപ്പോഴത്തെ ചെറുപ്പക്കാരിതെന്താ, അവർക്ക് പഠിക്കാൻ ഇഷ്ടമില്ല, എന്തിനു പഠിക്കണമെന്ന്. ഒന്നുകിൽ നിങ്ങളുടെ സമൂഹം അറിവിനെ ബഹുമാനിക്കുവാൻ തുടങ്ങണം, അല്ലെങ്കിൽ കുട്ടികൾ അറിവ് നേടുമെന്ന വിശ്വാസവും അരുത്. ഇപ്പോൾ സാഹചര്യം ഇതാണ്. സ്കൂളിലെ ടോപ്പറിനും യാതൊരു ബഹുമാനവും ലഭിക്കുന്നില്ല. ഫ്ലെയിം ബോയ്ക്കാണ് അംഗീകാരം ലഭിക്കുന്നത്. സ്പോർട്സ് കാർ ഓടിക്കുന്നവനാണ് വില. ടോപ്പറിന് എന്ത് വില കിട്ടാൻ പോകുന്നു? സ്കൂളിൽ ഇപ്പോൾ ടോപ്പർ ആരാണെന്നും അറിയുവാനുള്ള വഴിയില്ല. ഗ്രേഡ് സംവിധാനം വന്നു. പിന്നെ ടോപ്പർ ആരാണെന്ന് എങ്ങനെ അറിയാനാണ്? 25 പേർക്കും A ഗ്രേഡാണ്. അപ്പോൾ ടോപ്പർ ആരാണെന്ന് എങ്ങനെ അറിയാൻ? ഇപ്പോൾ ആരെയും തോൽപ്പിക്കുന്നുമില്ല. മുൻപ് തോൽക്കുന്നവന്റെ നാണക്കേടുണ്ടായിരുന്നു, അതും ഇപ്പോൾ ഇല്ല. എല്ലാവരും ജയിക്കുന്നു.
ചെറിയ ക്ലാസ്സുകളിൽ റിസൾട്ട് എന്നത് പുറത്തു വരുന്നതേയില്ല. പാസ് ആൻഡ് പ്രൊമോട്ടഡ്. ഇതാണ് അറിയിപ്പ്. അപ്പോൾ പറയൂ, ഇവിടെ ഒരു കുട്ടിക്ക് മറ്റു കുട്ടിയേക്കാൾ എങ്ങനെ ബഹുമാനം കിട്ടും? രണ്ടും ഒരുപോലെയാണല്ലോ പാസ് ആൻഡ് പ്രൊമോട്ടഡ്. ഇനി അവിടെ ബഹുമാനം കിട്ടുന്നതോ കൂടുതൽ ഫ്ലാഷി ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നവർക്കാണ്. അതുമല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ 7.5 ലക്ഷത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗെയിമിങ്ങിന്റെ എക്വിപ്മെന്റ് വന്നിട്ടുണ്ടെന്ന് പറയുന്നവർക്ക്. സ്കൂളിലും അറിവിന്റെ അടിസ്ഥാനത്തിലല്ല കുട്ടികളുടെ കഴിവ് നിശ്ചയിക്കുന്നത്. സ്കൂളിലും ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട്. ഇതൊരു സ്കൂളിനകത്തുള്ള കാര്യം. ഇനി ഒരു കുട്ടി ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്നു. അവിടുത്തെ പാഴായിരിക്കും. ഇനി അടുത്ത കുട്ടി പബ്ലിക് സ്കൂളിൽ പഠിക്കുവാൻ പോവുകയാണ്. അവിടുത്തെ ടോപ്പറാണ്. ഇതിൽ പാഴാര് ടോപ്പർ ആരാണെന്ന് പോലും ആരും അന്വേഷിക്കുന്നില്ല. ഒരാൾ ലക്ഷങ്ങൾ കൊടുക്കുന്ന സ്കൂളിൽ ഇന്റർനാഷണൽ IB സ്കൂളിൽ പഠിക്കുന്നു. ഒരാൾ സാധാരണ സർക്കാർ CBSEയിൽ പഠിക്കുന്നു. അവൻ ടോപ്പറാകാം, പക്ഷേ ഒരു വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ല. അവൻ തൻ്റെ സ്കൂളിൻ്റെ പേര് പറയുന്നു. എൻ്റെ സ്കൂളിൻ്റെ പേരാണ് ടെൻജോ ഭാഞ്ചോ ഇന്റർനാഷണൽ. അവൻ വിജയിച്ചു. ഇന്റർനാഷണൽ എന്ന് പറയുന്നതേ അവൻ വിജയിക്കുന്നു. എന്തുകൊണ്ട് വിജയിച്ചു? അച്ഛനും അമ്മയും അങ്ങനെയാണ് പഠിപ്പിച്ചത്. അച്ഛനും അമ്മയും അവനും ഇന്റർനാഷണൽ ആയിരുന്നുവെങ്കിൽ എന്ന വിചാരമാണ്. നമുക്കും അതിനെ ഒന്ന് തൊടുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നിങ്ങൾക്ക് അമേരിക്കയെക്കുറിച്ചുള്ള ധാരണ തന്നെ ഭോഗങ്ങളുടെ രാജ്യമെന്നാണ്. എന്നാൽ അത് വളരെ വലിയ തെറ്റാണ്. അമേരിക്കയിൽ ലക്ഷ്മി സരസ്വതിയുടെ പുറകെയാണ് വന്നിട്ടുള്ളത്. അവിടെ അറിവാണ് മുന്നിലുള്ളത്. അതാണ് സമൃദ്ധമാകുന്നത്. ഭാരതം വിചാരിക്കുന്നത് അറിവില്ലാതെ സമൃദ്ധി കൊണ്ടുവരാമെന്നാണ്. നമ്മളാകെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും അമേരിക്കയിലേക്ക് പോയിട്ടില്ല. നമ്മൾ അമേരിക്കയെക്കുറിച്ച് അറിഞ്ഞത് ഏതെങ്കിലും സിനിമകളിലൂടെയോ തെറ്റിദ്ധരിപ്പിക്കുന്ന മീഡിയകളിലൂടെയാണ്. അത് പറയുന്നത് അമേരിക്കയിൽ റോഡിൽ സെക്സ് നടക്കുന്നു, കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് ഡോളർ വീഴുന്നു, സുഖജീവിതത്തിനുള്ള സാധനങ്ങളാണവിടെ. ദേ ഇത്ര വലിയ ബർഗർ ഉണ്ടവിടെ. അത് ഫ്രീ ആയിട്ട് തെരുവുകളിൽ വിതരണം ചെയ്യുന്നു. ആൾക്കാർ അത് വാങ്ങി കഴിക്കുന്നു. വലിയ വലിയ ബർഗർ. അമേരിക്കയെ നമ്മൾ യഥാർത്ഥത്തിൽ വലിയൊരു ആപ്പിളാക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും അത് കടിക്കാം. പക്ഷേ ശരിക്കും അത് ആപ്പിളായത് പിന്നെയാണ്. അത് ആദ്യം ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. അന്വേഷിച്ചു നോക്കൂ, ബുക്കുകൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ഏത് രാജ്യങ്ങളിലാണെന്ന്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബുക്കുകൾ വായിക്കപ്പെടുന്നതെവിടെ? ഏറ്റവും കൂടുതൽ ബുക്കുകൾ പ്രകാശനം ചെയ്യപ്പെടുന്നതെവിടെ? ലോകത്തിലെ ആദ്യത്തെ 100 യൂണിവേഴ്സിറ്റികൾ എവിടെയാണ്? അതൊക്കെ ആദ്യം കണ്ടുപിടിക്കുക. ഇന്നൊവേഷൻ ഏറ്റവും കൂടുതൽ എവിടെയാണ് നടക്കുന്നത്? പേറ്റന്റ് എവിടെയാണ് ഏറ്റവും അധികം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ പഠിക്കണം. ടെക്നോളജി പോട്ടെ, സയൻസിൽ ബ്രേക്ക് ത്രൂ എവിടെയാണ് കൂടുതൽ? ബേസിക് സയൻസിന് നൊബേൽ പ്രൈസ് എവിടെയാണെന്ന് ഇതറിയണം. എന്തെന്നാൽ അവരുടെ ദാഹം അറിവാകുന്ന സരസ്വതിയിലാണ്. അതുകൊണ്ടാണ് അവരുടെ പുറകെ ധനലക്ഷ്മിയും പോകുന്നത്. അറിവാകുന്ന സരസ്വതി ഇല്ലാത്തിടത്ത് ധനത്തിന്റെ ലക്ഷ്മിക്ക് വരാൻ സാധിക്കില്ല. ഇത് ഭാരതത്തിന് മനസ്സിലാകുന്നില്ല. ഭാരതത്തേക്കാൾ 1000 മടങ്ങ് സരസ്വതിയുടെ പൂജ നടക്കുന്ന സ്ഥലമാണ് അമേരിക്ക. അതവർ ചെയ്തതുകൊണ്ടാണ് ഇന്നവർ അമേരിക്കയായി നിലനിൽക്കുന്നത്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? സൂത്രത്തിൽ പണം ഒപ്പിക്കുന്ന കാര്യമാണ് ആലോചിക്കുന്നത്. 1000-ങ്ങളോ 5-ഓ 10-ഓ ലക്ഷങ്ങളോ ഉണ്ടാക്കുമായിരിക്കും. കുറേ പേർ ചുളുവിൽ പണമുണ്ടാക്കുവാൻ വരികയാണെങ്കിൽ കുറച്ചുകൂടി പൈസ ഉണ്ടാക്കുമായിരിക്കും. പക്ഷേ ഇതുകൊണ്ട് എന്താകാൻ? നോക്കൂ, ഞാനീ പറയുന്നത് എല്ലാവരെക്കുറിച്ചുമല്ല. നിങ്ങൾ 10 കോടി കുരങ്ങുകളെ പിടിച്ച് ലൊട്ടിലൊടുക്ക് പണിയിലാക്കിയാലും അതിലൊരു കുരങ്ങ് കോടീശ്വരനാകും. ഈ ഒരു കുരങ്ങിന്റെ ഉദാഹരണം എടുത്തിട്ട് മനുഷ്യൻ കോടീശ്വരനാകുവാൻ ഇതാണ് വഴിയെന്ന് നമുക്ക് പറയുവാനാകുമോ? ഭാരതത്തിൽ നടക്കുന്നത് ഇതാണ്. ഇത്രയും ജനസംഖ്യയുണ്ട്. ഇത്രയും ജനസംഖ്യ എല്ലാവരും ഒരേ വിഡ്ഢിത്തം തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ അതിന്റെ ഫലമായി 1-2 പേർ കോടീശ്വരന്മാരായി പുറത്തുവരും. ഈ 1-2 പേരെ ഉദാഹരണമായി കാണിച്ചുകൊണ്ട് വിഡ്ഢിത്തം കാണിക്കുന്നതിലൂടെ ആൾക്കാർ കോടീശ്വരന്മാരായി തീരുമെന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? നിങ്ങൾക്ക് ധനം വേണമെങ്കിൽ അത് അറിവിന്റെ പിന്നാലെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലോകം കാണേണ്ടത് ആവശ്യമാണ്. വിദേശയാത്ര നടത്തുവാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വിദേശ രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കൂ. ഇപ്പോൾ ഇന്റർനെറ്റിലും ലഭ്യമാണ്. സത്യമായി നോക്കൂ അവിടുത്തെ ജീവിതം എങ്ങനെയാണെന്ന്, ആൾക്കാർ എങ്ങനെയാണെന്ന്. നമ്മുടെ മനസ്സിൽ വിചിത്രമായ രൂപമാണുള്ളത്. ഗോവ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അവിടെ ബീച്ചുണ്ട്, ഭോഗമാണ് അവിടെ നടമാടുന്നത്.
ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ ഗോവയെപ്പറ്റി ചിന്തിക്കുന്നത്? ഗോവ ശരിക്കും ഹരിതമായൊരു പ്രദേശമാണ്. മനോഹരവും ശാന്തവുമാണത്. എന്നാൽ എന്നാൽ ഗോവയിൽ പോകാത്തവർ വിചാരിക്കുന്നത് ഗോവ ബീച്ചിൽ ഏത് സമയവും ഉപദ്രവമാണെന്ന്. ബിക്കിനിയാണ് വേഷം, ബിയർ ഒഴുകുകയാണ്. അതൊക്കെ 1% ആകുന്നുള്ളൂ. ശരിക്കും ഗോവ 99% ഒരു ഹരിത രമണീയ പ്രദേശമാണ്. അറിയോ നിങ്ങൾക്ക്? അവിടെ നിങ്ങൾക്ക് മൗനമായി ഇരിക്കുവാനാകും, ശാന്തി ലഭിക്കും, ശുദ്ധമായ വായു കിട്ടും, സമുദ്രമുണ്ട്, നല്ല തണലുണ്ട്. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പാണ്. എന്നാൽ നമുക്ക് മാധ്യമങ്ങൾ വഴി കിട്ടുന്ന വിവരമോ? മീഡിയയുടെ ജോലിയാണ് നമ്മളെ പ്രലോഭിപ്പിക്കുക എന്നത്. ഗോവയുടെ പ്രകൃതി ഭംഗി കാണിക്കുന്ന ഫിലിം കാണിച്ചാൽ നിങ്ങൾ നോക്കുക പോലുമില്ല. ഗോവയിലെ ഒരു ഫിലിമിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ മുൻധാരണ തന്നെ അതിൽ ബിക്കിനി കാണുവാൻ കിട്ടുമായിരിക്കും എന്നാകും. അത് മനസ്സിൽ വെച്ച് കാണുമ്പോൾ അതിൽ ഹരിതാഭയാണ് കാണുന്നതെങ്കിൽ മനസ്സ് അസ്വസ്ഥമാകും. അതുപോലെയാണ് അമേരിക്കയും ജർമ്മനിയും. അതിനെക്കുറിച്ച് നമ്മുടെ ധാരണ തന്നെ ഇങ്ങനെയാണ്. അവിടെ ചുവന്ന തെരുവാണ്, ചൂതാട്ട കേന്ദ്രങ്ങളാണ്. ന്യൂയോർക്കിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ പണം കുന്നുകൂടുകയാണ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരം ഏതാണെന്ന് നിങ്ങൾ പഠിക്കൂ. ബ്യൂട്ടിഫുൾ സിറ്റീസ് ഓഫ് ദി വേൾഡ്. അവിടെയും ന്യൂയോർക്കിന്റെ പേര് വരും. നിങ്ങളുടെ മനസ്സിലെ ന്യൂയോർക്ക് എവിടെയാണ്? നിങ്ങളുടെ മനസ്സിൽ ബ്യൂട്ടി എന്ന ശബ്ദം വരികയില്ല. നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ശബ്ദം മണിയാണ്. ശരിയാണോ? ന്യൂയോർക്കിന് എന്തുമായാണ് ബന്ധമുള്ളത്? മണി, ഫിനാൻസ്, മണി. ന്യൂയോർക്ക് ലോകത്തിലെ ഏറ്റവും മനോഹരമായ പട്ടണങ്ങളിലൊന്നാണ്. ഇതൊന്നും ആരും നമ്മളോട് പറയുകയില്ല. നമ്മൾ പാവങ്ങളായി ഇരുന്നിരിക്കാം, പക്ഷേ ഇത്രത്തോളം അറിവില്ലാത്തവരായിപ്പോയി. നമ്മളെ സംബന്ധിച്ച് എല്ലാം പണമാണ്. ദാരിദ്ര്യം ചെറിയൊരു പ്രശ്നമായിരുന്നു. എന്നാൽ അറിവില്ലാത്തവനാകുന്നത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ മനസ്സുകൊണ്ട് ദരിദ്രരായിപ്പോയി. ശരീരം കൊണ്ട് ദരിദ്രനാകുന്നത് വലിയ പ്രശ്നമല്ല. ശരീരത്തിന്റെ ദാരിദ്ര്യം മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ മനസ്സിന്റെ ദാരിദ്ര്യം എങ്ങനെ മാറ്റും? അമേരിക്കയിൽ നിന്ന് 1-2 ഉദാഹരണങ്ങൾ എടുത്താൽ നോക്കൂ. ഇയാൾ പഠനം പൂർത്തിയാക്കിയിരുന്നില്ല. എന്നിട്ടും അവർ ബില്യണറായി. ഇത് 1-2 ഉദാഹരണങ്ങൾ മാത്രമാണ്. ലോകത്തിന്റെ സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ലോകത്ത് ഏറ്റവും കൂടുതൽ PhD-കാർ എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? അവരുടെ യൂണിവേഴ്സിറ്റികൾ എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാം ടൗൺഷിപ്പുകളാണ്. അവിടെ എല്ലാവരെയും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അമേരിക്ക മുന്നിൽ നിൽക്കുന്നത്. ഭാരതത്തിലുള്ളവർ പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് പുറകെ ആയിപ്പോയത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചിത്രമായി തോന്നാം. അമേരിക്ക പഠിക്കുന്നത് കൊണ്ടാണോ മുന്നിലെന്ന് തോന്നാം. അതെ, അതുകൊണ്ട് തന്നെ. അമേരിക്കയിൽ ജ്ഞാനത്തിന്റെയും സരസ്വതിയുടെയും പുറകെയാണ് ധനവും ലക്ഷ്മിയും വന്നത്. അറിവ് കാരണമാണ് അമേരിക്ക മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ പറയും, അമേരിക്ക ലോകത്തിന് മുന്നിൽ വല്യേട്ടൻ കളിക്കുകയാണ്, ഗുണ്ടയാണ്, ചൗധരിയാണ് എന്നൊക്കെ. അവർ മിസൈലും ബോംബും ഉണ്ടാക്കുന്നു, അതുകൊണ്ടാണ് മുന്നിലെന്ന്. മിസൈൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഒരു സാധാരണ റോക്കറ്റ് വീട്ടിലുണ്ടാക്കി കാണിക്ക്. മിസൈൽ ഉണ്ടാക്കുന്നതിനും നല്ല അറിവ് വേണം. മിസൈൽ തനിയെ അങ്ങ് ഉണ്ടാകില്ലല്ലോ. മിസൈലിന് മൾട്ടിപ്പിൾ റീ എൻട്രി ടെക്നോളജി ഉണ്ട്. അത് ഭാരതം ഈയിടെ പ്രയോഗിക്കുകയുണ്ടായി. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് റീ എൻട്രി വെഹിക്കിൾ എന്നാണ് അതിനെ പറയുന്നത്. MIRV. ഭാരതം അതിപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി. അതിന്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. ഒരു മിസൈൽ മുകളിലേക്ക് പോകും, അതിൽ ചെറിയ ചെറിയ വാർഹെഡ് ഉണ്ടാകും, പിന്നീട് ഓരോ വാർഹെഡും ഒറ്റതിരിഞ്ഞ് പല നഗരങ്ങളിലായി വീഴും. നമുക്ക് വലിയ സന്തോഷമായി. അമേരിക്ക 1971-ൽ ഇതിനെ വികസിപ്പിച്ചെടുത്തിരുന്നു. അതിനെയാണ് അറിവെന്ന് പറയുന്നത്. അമേരിക്ക ഗുണ്ടയും ഗുസ്തിക്കാരനും ഒക്കെ ആണെങ്കിൽ അത് അറിവുകൊണ്ട് ആർജിച്ചതാണ്. അറിവ് ആദ്യം വരുന്നു, പിന്നെ ആ അറിവിൽ നിന്ന് അയാൾ ഗുസ്തിക്കാരനാകുന്നു. അറിവ് നമ്മുടെ വീട്ടിലോ സംസ്കാരത്തിലോ യാതൊരു മഹത്വവും നൽകുന്നില്ല. ആരെങ്കിലും അറിവുള്ളവനെന്ന് വിളിച്ചാൽ അവർ വഴക്കു പറയും. അങ്ങനെയല്ലേ ചെയ്യുന്നത് നമ്മൾ? ഓ, വലിയ പഠിപ്പുകാരനാകാതെ എന്ന്. ഏറ്റവും അറിവുള്ളത് അമേരിക്കയ്ക്കാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഇന്ന് കാണുന്ന നിലയിലെത്തിയതും. അറിവുള്ളവനായില്ലെങ്കിൽ എന്താകും? മൂഢനോ, വിഡ്ഢിയോ, പൊട്ടനോ? അതാണല്ലോ ഭാരതം ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്.
IIT-യിൽ എൻ്റെ ഒരു ബാച്ച്മേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു നിന്നെ ഞാൻ ഋഷികേശ് കാണുവാൻ കൊണ്ടുപോകാമെന്ന്. IIT കഴിഞ്ഞതും അദ്ദേഹം വിദേശത്ത് പോയി. അവിടെ തന്നെ മാസ്റ്റേഴ്സ് ചെയ്തു, PhDയും ചെയ്തു. എന്നിട്ട് അവിടെ തന്നെ താമസവുമാക്കി. വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഋഷികേശ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവിടേക്ക് കൊണ്ടുപോയി. അവിടെ വേറൊരു വില്ല എടുത്ത് അതിൽ താമസിപ്പിച്ചു. 20-25 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. ഋഷികേശ് ചുറ്റിക്കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ നല്ല കാര്യമാണ്, സ്ഥലവും മനോഹരമാണെന്ന്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇതുപോലുള്ള സ്ഥലങ്ങൾ അമേരിക്കയിൽ ഓരോ 10 കിലോമീറ്ററിലും ഉണ്ടെന്നാണ്. എന്റെ മനസ്സിടിഞ്ഞുപോയി. എനിക്ക് അതൊരു അപമാനമായി തോന്നി. ചിലപ്പോൾ ഓരോ 10 കിലോമീറ്ററിലും ഇതുപോലുണ്ടെന്ന് പറഞ്ഞ് എന്റെ സുഹൃത്ത് കുറച്ച് അതിശയോക്തി കലർത്തിയതാകാം. അദ്ദേഹവും എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അമേരിക്കയിൽ ഇത്തരം സ്ഥലങ്ങൾ എപ്പോഴും നല്ല വൃത്തിയായിട്ടായിരിക്കും കിടക്കുന്നതെന്ന്. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ എല്ലാ നഗരങ്ങളിലും പശ്ചിമേഷ്യയിലെ അവിടെ AQI 10 കടന്നാൽ സർക്കാരിൻ്റെ അടുത്തേക്ക് വിവരം എത്തും. അവിടുത്തെ മേയർ അതോടെ രാജിയും വയ്ക്കും. ആൾക്കാർ AQI 10 എന്ന് പറഞ്ഞ് പ്രക്ഷോഭത്തിനും ഇറങ്ങും. നല്ല നല്ല നഗരങ്ങളിൽ AQI 10 താഴെ ആയിരിക്കും. ഞാൻ നടക്കാത്ത കാര്യമാണ് പറയുന്നതെന്ന് തോന്നിയെങ്കിൽ അന്വേഷണം നടത്തൂ. നല്ല നഗരങ്ങളിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 1 താഴെയാണ്. ഉത്തരഭാരതത്തിൽ 400 താഴെയാണെങ്കിൽ നമ്മൾ പറയും ഇന്ന് വായു മണമുള്ളതും ശുദ്ധവുമാണെന്ന്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് 50 മുകളിൽ പോയാൽ നിങ്ങൾ മരിച്ചതാണ്. ഡൽഹിയിലും അതിനു ചുറ്റും താമസിക്കുന്നവരിൽ നിന്ന് 10-20 വർഷം കുറഞ്ഞു കഴിഞ്ഞു. ഉത്തരഭാരതത്തിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചു മണിക്കൂറുകൾ കുറയുകയാണ്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇന്ന് നിങ്ങളിവിടെ ജീവിച്ചില്ലേ? ഇവിടെ താമസിച്ചതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചു മണിക്കൂറുകൾ കുറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയിലെ വായു നോക്കൂ. ലണ്ടനിലെ തീംസ് നദി ഒരു കാലത്ത് നമ്മുടെ യമുനയേക്കാൾ മലിനമായിരുന്നു. അവർക്ക് അറിവുള്ളതുകൊണ്ട് അവരതിനെ വൃത്തിയാക്കി. ഇന്നവർ അതിലെ വെള്ളം കുടിക്കുന്നു. നിങ്ങളോട് ഇതേക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞിരുന്നോ? കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ ജർമ്മനിയിൽ കൂടി പോവുകയായിരുന്നു. നമ്മുടെ നഗരങ്ങളിൽ കാണുന്നത് പോലെ അവിടെ അങ്ങിങ്ങായി കുളങ്ങളും തോടുകളും കാണുന്നുണ്ടായിരുന്നു. എന്നെ അവിടെയൊക്കെ കാണുവാൻ വിളിച്ചുകൊണ്ടുപോയ സുഹൃത്ത് പറഞ്ഞു, ഈ കാണുന്ന വെള്ളം കുടിക്കുവാൻ കൊള്ളാമെന്ന്. അവിടെ കുളിക്കുവാനും കുടിക്കുവാനും ഉപയോഗിക്കുന്ന വെള്ളം ഒന്നാണെന്ന്. നമ്മുടേതുപോലെ അല്ല. നമ്മൾ കിച്ചണിൽ വയ്ക്കുന്ന ആ ഒരു സാധനത്തിന്റെ പേരെന്താ? ആരോ പ്യൂരിഫയർ. അതുപോലൊന്നും വയ്ക്കാറില്ല. അതിൽ തന്നെ കുളിക്കൂ, അത് തന്നെ കുടിക്കൂ. അവിടുത്തെ വെള്ളവും വായുവും അത്രത്തോളം ശുദ്ധമാണ്. നിർബന്ധിതമായ ഔദ്യോഗികീകരണത്തിന് ശേഷമാണ് ഇതൊക്കെ സാധ്യമായതും. അവരിതൊക്കെ എങ്ങനെയാണ് ചെയ്തത്? മിനിമം എമിഷനിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ചെയ്തു. അതിന് അറിവ് വേണം. ഇവിടുത്തെ വിഡ്ഢികൾ പറയുന്നത് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കിയാൽ മതി, അതിന്റെ പേരിൽ പൊല്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ. ഇതാണ് ഭാരതം. പൈസ ഉണ്ടാക്കണം, അതിന്റെ പേരിൽ പൊല്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ. ഗംഗോത്രിയിൽ നിന്നും മലിനജലം വരികയാണോ? ഗംഗോത്രിയിൽ നിന്ന് കാൺപൂരിലെത്തുമ്പോഴേക്കും ഗംഗയുടെ അവസ്ഥ വളരെ മോശമാകുന്നു. എന്തുകൊണ്ട്? അതിനിടയ്ക്കെല്ലാം ഭാരതത്തിലെ വ്യവസായികളുണ്ട്. അവരവരുടെ ജോലി ചെയ്ത ശേഷം എല്ലാ വൃത്തികേടും അതിലേക്ക് തള്ളും. അതുമാത്രമല്ല, നഗരങ്ങളിലും വേസ്റ്റും മലവും എല്ലാം പോകുന്നത് ഇതിലേക്കാണ്. നഗരത്തിലെ അധികാരികൾ തന്നെയാണ് ഇതിനെ ഗംഗയിലേക്ക് ഒഴുക്കിവിടുന്നതിന് നേതൃത്വവും നൽകുന്നത്. അറിവില്ലായ്മ കൊണ്ട് ശരിക്കും ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അവരെന്തുകൊണ്ടാണ് തീംസിനെ വൃത്തിയാക്കി വച്ചിരിക്കുന്നത്? അവർക്കറിയാം അതിന്റെ ദുഷ്പരിണാമം എന്താകുമെന്ന്. നമുക്കൊന്നും അറിയില്ല. നമ്മുടെ മീഡിയ കാണിക്കുന്നത് ഇത് ഫലാനിയാണ്, പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ്, ഇത് ഏത് സാരിയാണ് അണിഞ്ഞിരിക്കുന്നതെന്ന് നോക്കുമെന്ന്. യമുനയിലെ വെള്ളം നമ്മോട് എന്ത് ചെയ്യുന്നു? കാൺപൂരിലെ വെള്ളം എന്താണ് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് വല്ല വിവരവും നമുക്കുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ അറിവിന് ശരിക്കും ഒരു വിലയുമില്ല. GD അഗർവാൾ എന്നൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ട് കാണില്ല. മീഡിയ ഇതുവരെ നിങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ടാകില്ല.
അദ്ദേഹം IIT പ്രൊഫസറായിരുന്നു. IIT റൂർക്കിയുമായി ബന്ധമുണ്ടായിരുന്നു. വിദേശത്തെ ഏതോ ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, പേര് നിങ്ങൾ തിരഞ്ഞു കണ്ടുപിടിക്കും, അവിടെ നിന്നും അദ്ദേഹം PhD ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. സെൻട്രൽ ബോർഡിലെ അംഗമായിരുന്നു. ഗംഗയ്ക്ക് വേണ്ടി 111 ദിവസം ഉപവാസമിരുന്ന് ജീവൻ ത്യജിച്ചു. ഇതൊരിക്കലും ഒരു ഭാരതീയനും ഒരു സർക്കാരും അറിഞ്ഞില്ല. 2018 ഇത് നടന്നത്. അദ്ദേഹം 111 ദിവസം ഒരേ കണക്കിന് പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്കെല്ലാം അറിയാം, ഞാൻ എഞ്ചിനീയറാണ്, ഗവേഷകനാണെന്ന്. സർക്കാരിന്റെ പൊല്യൂഷൻ കൺട്രോളിൽ ഞാൻ അംഗമായിരുന്നിട്ടുള്ളതാണ്, എന്നെ കേൾക്കുമെന്ന്. നിങ്ങൾ നിങ്ങളുടെ ഗംഗയെ കൊല്ലുകയാണെന്ന്. 111 ദിവസം അദ്ദേഹം ഉപവാസം ഇരുന്നു. സർക്കാർ അദ്ദേഹവുമായി സംസാരിച്ചതുപോലുമില്ല. 2018 മരിക്കുകയും ചെയ്തു, ഋഷികേശിൽ വെച്ച്. ഇതാണ് അറിവുള്ളവർക്ക് നാം നൽകുന്ന ബഹുമാനം. വേറൊരു രാജ്യത്താണ് അവിടുത്തെ സയന്റിസ്റ്റ് ഇത്തരമൊരു മിഷന് വേണ്ടി ജീവൻ നൽകിയതെങ്കിൽ സർക്കാർ തന്നെ വീഴുമായിരുന്നു. പക്ഷേ നമുക്ക് അറിവ് കൊണ്ട് എന്ത് നേടാൻ? ATMനെ ബഹുമാനിക്കുന്നത് തന്നെ പൈസ വരാനുള്ള വഴിയെന്ന നിലയിലാണ്. ATMിലൂടെ പൈസ വരില്ലെങ്കിൽ അതിനെയും ഒരിക്കലും ബഹുമാനിക്കുമായിരുന്നില്ല. എപ്പോഴെങ്കിലും അമേരിക്കയിലെ ഷോപ്പിംഗ് മാളിൽ പോയിട്ട് അവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് ഏത് ഭാഗത്താണെന്ന് നോക്കൂ. അത്ഭുതപ്പെടാനില്ല. അവിടെ നിങ്ങൾക്ക് ഏറ്റവും അധികം തിരക്ക് കാണുവാനാകുക പുസ്തകം വിൽക്കുന്ന സ്ഥലത്താകും. അവർ പഠിക്കുന്നു. നിങ്ങൾക്ക് സുഖമായി വായിക്കുവാൻ കഴിയുന്ന കിൻഡിൽ ആരാണ് നടപ്പിലാക്കിയത്? അമേരിക്കയിലെ ഒരു കമ്പനി. എന്തെന്നാൽ അവർക്ക് പഠിക്കണം. അവർ പറയുന്നത്, ഞാൻ ഫ്ലൈറ്റിലാണെങ്കിലും പഠിക്കും. അതൊരു നോളജ് ബേസ്ഡ് രാജ്യവും നോളജ് ബേസ്ഡ് എക്കോണമിയാണ്. നമ്മൾ വെറും പാഴാണ്. നമുക്ക് എങ്ങനെയെങ്കിലും പൈസ വന്നാ മതി. തട്ടിയോ വെട്ടിയോ നാറ്റിച്ചോ എങ്ങനെയെങ്കിലും നമുക്ക് പൈസ വന്നാൽ മതി. പൈസ വരുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ഞാൻ അമേരിക്കയുടെ ഗുണവധികാരം വാഴ്ത്തിപ്പാടാനല്ല ഇരിക്കുന്നത്. പല പ്രശ്നങ്ങളിലും ഞാൻ അമേരിക്കയെ അങ്ങേയറ്റം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് എവിടെയൊക്കെയാണ് പാകപ്പിഴയുള്ളതെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൽ നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അവർ അറിവിനെ ബഹുമാനിക്കുന്നു. TV-യിൽ വരുന്ന പരിപാടികളിൽ അറിവ് പകർന്നു നൽകുന്നത് എത്ര എണ്ണമുണ്ട്? മസാല നിറച്ചത് എത്രയുണ്ട്? എല്ലാ പരിപാടികളും ഉത്തേജിപ്പിക്കുന്നതാണ്. അറിവ് പകർന്നു നൽകുന്നത് കാണുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അത്തരം പരിപാടികൾ വരുന്നതും നിങ്ങൾക്ക് റിസർച്ച് പേപ്പറുകൾ വരെ മോഷ്ടിച്ച് കോപ്പിയടിച്ച് അവ പബ്ലിഷും ചെയ്യുന്നു. പ്ലേജറിസം, അതായത് ഉള്ളടക്കം മോഷ്ടിച്ച് പബ്ലിഷ് ചെയ്യുന്നു. ഇതിവിടുത്തെ ഒരു വലിയ അസുഖമാണ്. ബുക്കുകളും മറ്റുള്ളവരുടെ കണ്ടന്റും മോഷ്ടിച്ച് അച്ചടിച്ചിറക്കുന്നു. ഇപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ പുസ്തകങ്ങളും. ഞാൻ അതേക്കുറിച്ച് ഒരുപാട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എവിടുന്നൊക്കെയാണെന്നറിയില്ല. ഈയിടെ അറിഞ്ഞത് ഒരു മാന്യൻ ഒരു പുസ്തകത്തിൽ നിന്ന് കുറച്ചു ഭാഗം വേറൊരു പുസ്തകത്തിൽ നിന്ന് കുറച്ചു ഭാഗം ഇങ്ങനെ എടുത്ത് പുസ്തകമാക്കി തൻ്റെ പേരിൽ പ്രസിദ്ധീകരിക്കുകയാണെന്ന്. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്നോ? വളർന്നു വരുന്ന പ്രതിഭാശാലിയാണെന്ന്. പ്രതിഭാശാലി അതിപ്പോഴും നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വിറ്റുപോകുന്നുണ്ടാകും. അതിലൂടെ പൈസ വരുന്നുണ്ടാകും. അത് തന്നെ ധാരാളമാണ്. തൻ്റേതായി പുതുതായി ഒന്നും ചെയ്യില്ല, ഒന്നും പഠിക്കില്ല, വാല്യൂ ഉള്ള ഒന്നും കൊണ്ട് മുന്നിലേക്കും വരില്ല. മോഷണം നടത്തും, പറ്റിക്കും, ആരെങ്കിലും കഴുത്തുവെട്ടും, മായം കലർത്തും. മായം കൂടിയ സാധനങ്ങൾ എവിടെ നിന്നാ കൂടുതൽ ലഭിക്കുന്നത്? നിങ്ങളുടെ കായമായാലും ശർക്കരയായാലും മഞ്ഞളിലായാലും അങ്ങേയറ്റം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പാലിൽ പോലും മായം. ഏറ്റവും അധികം മായം എവിടെയുള്ളവരാണ് ചേർക്കുന്നത്? അവരെല്ലാം കോടീശ്വരന്മാരുമാണ്. കറപ്ഷൻ ഇൻഡെക്സിൽ ഭാരതത്തിന് എത്രാം സ്ഥാനമാണ്? സർക്കാരായാലും ബ്യൂറോക്രസി ആയാലും വ്യാപാരമായാലും അവിടെ എന്താണ് നടക്കുന്നത്? ഇലക്ട്രൽ ബോൺസിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളാണ്. നമ്മളിവിടെ അങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്.
പ്രകൃതിക്ക് നാശം വരുത്തൂ. അമേരിക്ക എന്ന് കേൾക്കുമ്പോഴേ വലിയ വലിയ കെട്ടിടങ്ങളുടെ ചിത്രങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. അവിടുത്തെ പ്രകൃതി സൗന്ദര്യം നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ വീണ്ടും വീണ്ടും അമേരിക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൾക്കാർ പറയും, അമേരിക്കയുടെ ഗുണഗാനം പാടാൻ ഒരു ജ്ഞാനി വന്നിട്ടുണ്ടെന്ന്. മറ്റ് ദേശങ്ങളുടെ കാര്യമെടുത്ത് നോക്കാം. കാനഡയുടെ കാര്യം പറയാം. പശ്ചിമ യൂറോപ്പിന്റെ മുഴുവൻ കാര്യമെടുക്കൂ. ഓസ്ട്രേലിയയുടെ കാര്യമെടുക്കൂ. അവിടെ വികസനം മാത്രമല്ല, പ്രകൃതി രമണീയതയുണ്ട്. അവർ പ്രകൃതിയെ അത്ര സ്നേഹത്തോടെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്. അവരുടെ നദികളും കാടുമൊക്കെ നോക്കൂ. അവരുടെ ബയോഡൈവേഴ്സിറ്റി നോക്കൂ. എന്നിട്ട് തിരിഞ്ഞ് നമ്മുടെ പർവ്വതങ്ങളോട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ. നമ്മൾ ലഡാക്കിനോട് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ. നമ്മൾ ഉത്തരാഖണ്ഡിനോട് എന്താണ് ചെയ്തതെന്ന് നോക്കൂ. ഷിംലയോട് നമ്മൾ എന്ത് ചെയ്തു? എന്നിട്ട് അവിടെയും ചെന്ന് നോക്കൂ. അവർ തങ്ങളുടെ പ്രകൃതിയെ എത്ര സ്നേഹത്തോടെയാണ് പരിപാലിച്ചിരിക്കുന്നതെന്ന്. റോഡ് മുറിച്ച് കടക്കണമെങ്കിൽ മൃഗങ്ങൾക്ക് വേണ്ടി ഗ്രീൻ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. റോഡിന്റെ മുകളിലൂടെ. അബദ്ധത്തിലെങ്ങാനും മൃഗങ്ങൾ റോഡിലിറങ്ങി ചത്തുപോകാതിരിക്കുവാൻ വേണ്ടിയാണിത്. മൃഗങ്ങൾ ശരിക്കും ഈ ബ്രിഡ്ജ് ഉപയോഗിക്കുവാൻ തുടങ്ങുമ്പോഴേ ശരിക്കും ഇത് പൂർത്തിയായതായി കണക്കാക്കുവാൻ കഴിയുകയുള്ളൂ. മൃഗങ്ങളെ നമുക്ക് ആർക്കും നിർബന്ധിക്കുവാൻ കഴിയില്ലല്ലോ. ഈ ഓവർ ബ്രിഡ്ജിൽ പലതരത്തിലുള്ള ചെടികളും വള്ളികളും മരങ്ങളും വച്ച് പിടിപ്പിച്ചിട്ടുണ്ടാകും. അതിനെ മുഴുവൻ പച്ചപ്പാക്കും. ഇത് കണ്ടാൽ മൃഗങ്ങൾക്ക് കാടായിട്ട് തന്നെ തോന്നും. സ്വാഭാവികമായി തന്നെ തോന്നും. അതുകൊണ്ട് തന്നെ വളരെയധികം ഭാരവും ഇതിന് താങ്ങുവാൻ കഴിയും. അങ്ങനെയാണ് ഇതിന്റെ നിർമ്മിതിയും. ഭാരമുള്ള മൃഗങ്ങൾക്ക് വരെ കടന്നു പോകാവുന്ന വിധത്തിൽ ബലവത്തായിട്ടാണ് അതിന്റെ നിർമ്മിതിയും. അവർ അവരുടെ പ്രകൃതി അത്ര ശ്രദ്ധയോടെയാണ് പരിപാലിക്കുന്നത്. നമുക്കാണെങ്കിൽ പ്രകൃതിയെയും ദ്രോഹിച്ച് എങ്ങനെയെങ്കിലും കീശ നിറച്ചാൽ മതി. നമ്മുടെ യുവാക്കളെയും പഠിപ്പിക്കുന്നത് എന്തെങ്കിലും ചെയ്ത് പോക്കറ്റ് നിറയ്ക്കൂ. ഹസ്ദേവിൽ എന്താണ് നടക്കുന്നത്? കാടുവെട്ടൂ, കീശ നിറയ്ക്കൂ. ഒരു താറാവ് തന്റെ കുട്ടികളോടൊത്ത് റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു. അവിടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ട്രാഫിക് 15 മിനിറ്റ് തടഞ്ഞു വയ്ക്കപ്പെട്ടു. അത് മുഴുവനും കടന്നുപോയിട്ടേ അവർ പോവുകയുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ അവർ നമ്മളെക്കാൾ സത്യസന്ധരാണ്. ഞാനിത് പറയുമ്പോൾ കുറേ പേർ പറയും അയാൾ രാഷ്ട്രദ്രോഹിയാണെന്ന്. അയാൾ പറയുന്നു അമേരിക്കക്കാർ നേരെയുള്ളവരും ഭാരതത്തിലുള്ളവർ കുരുട്ടുബുദ്ധിക്കാരുമാണെന്ന്. സത്യം പറയുക എന്റെ കടമയാണ്. അതുകൊണ്ട് പറയുന്നു, എത്രത്തോളം കള്ളവും കപടതയും നമ്മൾ നമ്മുടെ വ്യവസ്ഥയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നോ അത്രത്തോളം മറ്റൊരു ദേശത്തും ഉണ്ടാകില്ല. വിദ്യാഭ്യാസമുള്ള വികസിത ദേശക്കാർക്ക് നമ്മുടെ കുത്തിത്തിരിപ്പുകളും തട്ടിപ്പും മനസ്സിലാകാതിരിക്കട്ടെ. വിദേശി ഭാരതത്തിൽ വരികയാണെങ്കിൽ ഒരുപാട് തട്ടിപ്പറിക്കും. എന്നാൽ ഭാരതീയൻ വിദേശത്ത് ചെല്ലുകയാണെങ്കിൽ അവിടെ നിന്ന് വിദ്യ അഭ്യസിക്കുകയാണ് ചെയ്യുന്നത്. അവസരങ്ങൾ കിട്ടുന്നു, പണം സമ്പാദിക്കുന്നു. ഇതല്ലേ നടക്കുന്നത്? ഭാരതീയൻ പുറത്തു പോകുമ്പോൾ എന്തനുഭവമാണ് ഉണ്ടാകുന്നതെന്ന് നോക്കൂ. വിദേശികൾ ഭാരതത്തിൽ വരുമ്പോൾ തട്ടിയെടുക്കാവുന്നതിന്റെ മാക്സിമം തട്ടും, പ്രത്യേകിച്ച് ധാർമ്മിക സ്ഥലങ്ങളിൽ. ഈയിടയ്ക്ക് എവിടത്തെ സ്ത്രീയാണ് വന്നിരുന്നത്? അവരെ ഗ്യാങ് റേപ്പ് ചെയ്തിരുന്നല്ലോ. സ്പെയിനിൽ നിന്ന് വന്നതായിരുന്നു. ഭാരതീയ സ്ത്രീ അമേരിക്കയിലേക്ക് പോയാൽ അവരെ ആരും ഗ്യാങ് റേപ്പ് ചെയ്യില്ല. പക്ഷേ വിദേശ മഹിള ഭാരതത്തിൽ വന്നാൽ റേപ്പ് നടക്കും. അപ്പോൾ നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ആരാണ്? നമ്മളോ അവരോ? അവർ നേർവഴിക്ക് സഞ്ചരിക്കുന്നത് അവരെപ്പോഴും നേർവഴി തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ്. നേർവഴി അറിവിൻ്റേതാണ്, കുറുക്കുവഴി അന്ധകാരത്തിൻ്റേതും. കുട്ടികളോട് സംസാരിക്കൂ. കുട്ടികളിൽ അറിയുവാനുള്ള ആഗ്രഹം ഉണർത്തിവിടൂ. കുട്ടികളെ പഠിക്കുവാൻ പ്രേരിപ്പിക്കൂ. പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കൂൾ പഠനമല്ല. അവർ വീട്ടിലും പഠിക്കട്ടെ. പുസ്തകങ്ങൾ പിന്നെന്തിനാണ്? പുസ്തകങ്ങളെക്കാൾ നല്ല സുഹൃത്തുക്കൾ വേറെ ഉണ്ടാകാനുണ്ടോ? അതുപോലെ പണസംബന്ധമായ കാര്യങ്ങളിൽ നിന്നും കുട്ടികളെയും അകറ്റി നിർത്തൂ.
അതിനുശേഷം വലുതാകുമ്പോൾ അവർ ഒരിക്കലും പറയില്ല എനിക്ക് കുറുക്കുവഴി സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കണമെന്ന്. സ്റ്റാർട്ടപ്പ് കൊണ്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല. എൻ്റെ ആഗ്രഹം ഇനിയും സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകണമെന്നാണ്. യൂണിക്കോൺസും ഉണ്ടാകട്ടെ. പക്ഷേ ഈ വഴിയല്ല. എന്താണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്? എല്ലാം സ്മാർട്ടാണ്. ഭാരതത്തിലെ സ്റ്റാർട്ടപ്പിന്റെ ഇക്കോസിസ്റ്റം എന്താണ്? അതിലെന്തെങ്കിലും ഇന്നൊവേഷൻ ഉണ്ടോ? ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ബട്ടൺ അമർത്തുമ്പോൾ ആരെങ്കിലും വീട്ടിൽ വന്ന് നിങ്ങളുടെ വണ്ടി വൃത്തിയാക്കി തന്നിട്ട് പോകും. ഇതുകൊണ്ട് ഇക്കോണമിയിൽ എന്ത് വാല്യൂ അഡീഷനാണ് ഉണ്ടാകുന്നത്? എത്രത്തോളം ഉണ്ടാകും? പറയൂ. പക്ഷേ ഈ കമ്പനി നടന്നു പോകും. കാരണം ആളുകൾക്ക് വണ്ടി വൃത്തിയാക്കേണ്ടതുണ്ട്. നല്ല ബിസിനസ് ഐഡിയയാണ്. ഞാൻ എന്ത് സ്റ്റാർട്ടപ്പാണ് ചെയ്തത്? ഒരു ആപ്പ് ഉണ്ടാക്കി നിങ്ങൾ അതിൽ നിങ്ങളുടെ വീടും അഡ്രസ്സും സമയവും പറയുകയാണെങ്കിൽ ആൾ വരും, വന്നിട്ട് വണ്ടി വൃത്തിയാക്കിയിട്ട് പോകും. ഇതും ഗൂഗിളും തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടാകുമല്ലോ. ഗൂഗിളും ഒരു സ്റ്റാർട്ടപ്പാണല്ലോ, ഇതും ഒരു സ്റ്റാർട്ടപ്പാണല്ലോ. രണ്ടും തമ്മിലുള്ള അന്തരം എത്രയാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഗൂഗിൾ വാല്യൂ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഒരാൾ വന്ന് വണ്ടി വൃത്തിയാക്കി പോകുന്നതിൽ എന്ത് വാല്യൂ അഡീഷനാണുള്ളത്? ഭാരതത്തിലെ മറ്റൊരു സ്റ്റാർട്ടപ്പാണ് ആരെങ്കിലും വരും നിങ്ങളുടെ വീട്ടിൽ ആഹാരം എത്തിക്കും. അതിന് $1 ബില്യൺ വാല്യൂഷൻ ഉണ്ടായി കാണും. പക്ഷേ എന്ത് വലിയ കാര്യമാണ് ഇതിലൂടെ നടന്നത്? ഒരാൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആഹാരം എടുത്തുകൊണ്ട് തന്നതോ? പക്ഷെ അഭിനന്ദനം അധികമാണ്. എന്ത് വലിയ പണിയാണ് ചെയ്തതെന്ന് നോക്കൂ. എന്ത് ചെയ്തു? വെജ് ബിരിയാണി വീട്ടിൽ കൊണ്ട് എത്തിച്ചു തരുന്നതോ? ഇതിലെന്താ എത്ര ഉള്ളത്? ഇതും ആപ്പിളും ഗൂഗിളുമായി എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? അതോ ഇല്ലയോ? നമ്മുടെ സ്റ്റാർട്ടപ്പ് പോലും അവരിൽ നിന്നും വ്യത്യസ്തമാണ്. അവരുടേത് നോളജ് ബേസ്ഡ് ആണ്. നമ്മുടെ സ്റ്റാർട്ടപ്പ് തട്ടിക്കൂട്ടാണ്. നിങ്ങൾ കുട്ടികൾക്ക് ശരിയായ സംസ്കാരം നൽകൂ. അറിവിനെ ബഹുമാനിക്കുവാൻ പഠിപ്പിക്കൂ നിങ്ങൾ. പിന്നീടങ്ങോട്ട് എല്ലാം ശരിയാകും. പൈസ എന്നത് തെറ്റല്ല. പക്ഷേ വീണ്ടും ആവർത്തിക്കുകയാണ്, ലക്ഷ്മി സരസ്വതിയുടെ പുറകെയാണ് വരേണ്ടത്. സരസ്വതിയില്ലാതെ ലക്ഷ്മി വന്നാൽ പരിണാമം ക്രൂരവുമായിരിക്കും.